എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്കൊരു സംശയം വന്നാൽ നമ്മൾ വന്ന് ചോദിക്കും, ഇതെങ്ങനെയാണ് കാര്യം. നമ്മളിവിടെ ഈ കുറച്ച് നാളല്ലേ ജീവിക്കത്തുള്ളൂ. എത്ര കാലം ജീവിക്കും? മാക്സിമം വന്നാൽ 70 കൊല്ലം ജീവിക്കും. 70 കൊല്ലം കഴിഞ്ഞുള്ള ജീവിതം. ഇപ്പോൾ മാർപ്പാപ്പയാണെന്ന് മെത്താന്മാരൊക്കെ 75 വർഷം, അച്ഛന്മാരൊക്കെ ഇപ്പോൾ ഞാനുൾപ്പെടെയുള്ളവർ 75 വയസ്സ് റിട്ടയർ ചെയ്യാൻ പറഞ്ഞിരിക്കും. പിന്നെ ബുദ്ധി ബോധമൊന്നും ഉണ്ടാകത്തില്ലെന്ന് നമുക്കറിയാം. 75 വയസ്സ് കഴിഞ്ഞാൽ തന്നെ റിസൈൻ ചെയ്തിട്ട് പ്രീസ്റ്റ് പോലെ പോയിരിക്കാൻ പറയും. അവിടെ ഉള്ള തന്നെ കഞ്ഞിയും കുടിച്ച് ചാപ്റ്റർ കോഴ്സ് ചെയ്യോടെ. അത്ര ടൈമുള്ളത് നമുക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധി ഉണ്ടാകത്തില്ല, ഓർമ്മയുണ്ടാകത്തില്ല, വല്ലതുമൊക്കെ വിളിച്ച് പറയും. അപ്പോൾ സഭ ഈ വിഷയത്തിലെല്ലാം വളരെ കരുതലുള്ള ആണ്. ജനങ്ങളെക്കുറിച്ച്, അവരുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് കരുതലാണ്. ജനങ്ങൾക്കും അതുപോലുള്ള ഒരു കരുതൽ വേണം. എന്താ കരുതൽ വേണ്ടത്? അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ പറഞ്ഞ പോലെ തന്നെയാണോ? മനസ്സിലായി? അതാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി എടുത്താലും എടുത്തില്ലെങ്കിലും ഓപ്ഷൻ ഉടമ്പടിയേ ഉള്ളേ. മനസ്സിലായില്ലേ? ഉടമ്പടി എടുത്താലും എടുത്തില്ലെങ്കിലും നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണ്? ജീവിത ഉടമ്പടിയാണ്. ദൈവത്തോട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെയ്യുകയാണ് ജീവിതം. അങ്ങനെയുള്ളവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അവരിവിടെ ഉള്ള വിജയമോ അത് തന്നെ ഇവിടെയുള്ള മൽപ്പിടുത്തമോ അതിൻ്റെ അകത്തുള്ള ജയമോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ്? നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ യഥാർത്ഥ ഉടമ്പടിയിൽ നമുക്ക് വരുന്നൊരു ഗുണമെന്ന് പറയുന്നത്. നിത്യത എപ്പോഴും ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കണത്? എന്തുകൊണ്ടാണ് നമുക്ക് ഉടമ്പടി കിട്ടിയത്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സംഭവിച്ചതുകൊണ്ടല്ലേ ഉടമ്പടി കിട്ടിയത്. ഉടമ്പടി കിട്ടിയത് നമുക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം 2004 സംഭവിച്ചതാണ്. അത് 10 കൊല്ലം അതിനെക്കുറിച്ച് യാതൊരു ടോക്കുമില്ല. 10ാമത്തെ കൊല്ലം ഞാൻ വാടിപ്പെട്ടി പോയപ്പോൾ പറഞ്ഞു, നീ അകത്ത് കയറണ്ട, ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അഭ്യാസമൊന്നും വേണ്ട. കാര്യം എന്താണ്? നിൻ്റെ അടുത്ത് ഞാൻ നേരെയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ ഞാനൊരു നിഴൽ പോലെയാണ് പ്രത്യക്ഷപ്പെട്ടത്. അവരെന്ത് മനോഹരമായിട്ടാണ് ആ പ്രത്യക്ഷീകരണത്തെ അംഗീകരിച്ചിരിക്കുന്നത്. നീ ആരെയൊക്കെ പേടിച്ചത് പൂത്തിവെച്ചില്ലേ? നിൻ്റെ ആത്മകാര്യത്തിന് കടമാണെന്ന് പറഞ്ഞ്. അതാണ് എന്നെ കാത്തു കയറ്റാഞ്ഞത്. നീ മരിച്ചു ചെന്നാൽ നിനക്കിത് കടമാകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ രണ്ടും കലപ്പ് ഇവിടെ വന്നു വെച്ചാൽ എന്ത് ചെയ്യുന്നറിയോ? ഒരു തൂണെടുത്ത് വെച്ചിട്ട് ആദ്യം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ലൂർദ് മാതാവിനെ പ്രതിഷ്ഠിച്ചു. അതാണ് ആ മാതാവ്. ആദ്യം പ്രതിഷ്ഠിച്ച മാതാവ് അവിടെ ഇരിക്കണത്. ഇവിടെ പുതുക്കുന്ന സ്ഥലത്തിരിക്കണില്ലേ? അതാ മാതാവാണ്. മാതാവിനെ പ്രതിഷ്ഠിച്ചിട്ട് ഒരു പ്രാർത്ഥനയും തുടങ്ങി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദശവത്സര പ്രാർത്ഥനയിൽ അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണം. ജനങ്ങൾക്ക് ചീട്ടടിച്ചു കൊടുത്ത് കൊച്ചു പ്രാർത്ഥന അടിച്ചു കൊടുത്തിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായി അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. എന്നിട്ട് ഇവിടെ ഉള്ളവർക്കെല്ലാം കൊടുത്തിട്ട് അവസാനം ഞാനവിടെ ജോസി എന്ന് സഹോദരൻ്റെ കൂടെ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ജോസി പറഞ്ഞപ്പോൾ, ജോസി ഇതിൻ്റെ ഒരു 10,000 കോപ്പി അടിക്കണം, മല ഇറങ്ങി വരുന്ന എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. മല കയറാൻ പോണില്ലേ, അതിൻ്റെ ചവിട്ടിപ്പോയി നിന്നിട്ട് ഇറങ്ങി വരുന്ന അണ്ണന്മാർക്കെല്ലാം കൊടുക്കണം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പോഴും ഈ ഒരു ബോധം ഇങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഉടമ്പടി പ്രാർത്ഥന തരണത്. അതാണ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി എന്ന് പറയുന്നത്. അമ്മ ചോദിച്ചത് എന്താ? അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണം. അപ്പോൾ കൃപാസനത്തിൽ നിറവേറണം. അത് എന്ത് പ്രാർത്ഥനയെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഞാൻ വാടിപ്പെട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ നാക്കിയ വന്ന പ്രാർത്ഥനയാണത്. അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അപ്പം കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്രത്യക്ഷീകരണം കൊണ്ട് ദൈവം കലക്കും. ഒരു സംശയമില്ല കാര്യം. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വൃത്തിയും മേനയോടെ നേരെ ചൊവ്വയാണ് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ വിവരം അറിയും. കാര്യം എന്താ? ഇത് സീൽഡാണ്. എന്തിൻ്റെ സീൽഡാണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സീൽഡാണ്. ഞാൻ പ്രത്യക്ഷീകരണം ഏറ്റുപറഞ്ഞ് എന്ത് വന്നോടുത്ത് വെച്ച് കാണാം, അല്ലെങ്കിൽ ദൈവം കണ്ടോളൂ എന്നും പറഞ്ഞുകൊണ്ട് 2004 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണം ഞാൻ റിസ്ക് എടുത്ത് ഏറ്റുപറഞ്ഞപ്പോഴാണ്
അമ്മ അത് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് കൺവേർട്ട് ചെയ്ത് തന്നത്. ഇതുപോലെ നിങ്ങളീ പ്രത്യക്ഷീകരണത്തിന് ഏറ്റു പറഞ്ഞാൽ ഉടമ്പടി പെട്ടെന്ന് കത്തും. അതാണ് എപ്പോഴും നമ്മൾ ഉടമ്പടി എപ്പോഴും ഫയറാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷീകരണമാണ്.